നമ്മൾ ആര് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് 4 പ്രത്യേകത ദൈവം തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം തന്ന 4 പ്രത്യേകത. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസാക്ഷി, 4 അമർത്യത. ഇപ്പോൾ നല്ല നല്ല സന്ദേശങ്ങൾ ശ്രവിക്കാൻ മനസ്സ് വരുന്നതും ഈ 4 സമ്മാനങ്ങൾ നമ്മളിലുള്ളതുകൊണ്ട്. ബുദ്ധിശക്തി, ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്, ഏറ്റവും ബുദ്ധിയുള്ള ജീവി. അതുകൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. പഠിക്കണം, വളരണം, കണ്ടുപിടുത്തങ്ങൾ നടത്തണം, ബൗദ്ധികതയുടെ തലത്തിൽ ശരിക്കും ഉയരണം, അതിൽ വളരാൻ ശ്രമിക്കണം. ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് മാത്രമുള്ളതാണ്. മൃഗത്തിന് സ്വാതന്ത്ര്യമില്ല, നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു പട്ടിക്കിട്ട് മറ്റൊരു പട്ടി കടിച്ചാൽ ഈ പട്ടി തിരിച്ചു കടിക്കും. ഒരു പശുവിനിട്ട് മറ്റൊരു പശു കുത്തിയാൽ ഈ പശു തിരിച്ചു കുത്തും. പക്ഷേ ഏതെങ്കിലും പട്ടിക്ക് പറയാൻ പറ്റുമോ എൻ്റെ തലയിലല്ലേ കടിച്ചോളൂ, കടിക്കട വാലേ കൂടെ? പശുവിന് പറയാൻ പറ്റുമോ എൻ്റെ വയറിലല്ലേ കുത്തിയുള്ളൂ, കുത്തടി ഇടതുവശത്ത് കൂടെ? കുത്തിയാൽ പശു തിരിച്ചു കുത്തും, കുരച്ചാപ്പട്ടി തിരിച്ചു കടിക്കും, കടിച്ചാപ്പട്ടി തിരിച്ചു കടിക്കും. മനുഷ്യന് വേണ്ടി പട്ടിയുടെ അത്ര വളർന്നിട്ടുള്ളൂ. ചിലത് എന്തേലും പറഞ്ഞോ പത്തലിട്ട് പറയും, ഒന്നടിച്ചോ തിരിച്ചടിക്കും. അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആത്മീയമായി ധാർമ്മികമായി വളർന്ന മനുഷ്യൻ ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ മൗനം പാലിക്കും, അടിക്കാനും കൈ ഉയർത്തുമ്പോൾ സൗമ്യതയോടെ നടന്നു പോകും. ഇതാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുക, സ്വാതന്ത്ര്യം. നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അമ്മ കുഞ്ഞുങ്ങളെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും. എന്താണ് താരാട്ട്? രാരോ രാരി രാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തി ഈശ്വരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാ, എൻ്റെ ദൈവമേ, ഈ കിടക്കുന്ന ഇവ ആരാരോ അധ്യാപകനായി തീരുവോ, പോലീസാവുമോ, പട്ടാളക്കാരനാവുമോ, രാഷ്ട്രീയക്കാരനാവുമോ, ബാങ്ക് ഉദ്യോഗസ്ഥനാവുമോ, ഇതാരാരോ ഒരു പിടിയുമില്ല. പിന്നെ പറയുന്നു ഇതാരീരാരോ, ഇത് മദർ തെരേസയാണോ, അമൃതാനന്ദമയി ദേവിയാണോ, ശ്രീരാമകൃഷ്ണ പരമഹംസരാണോ, മഹാത്മാഗാന്ധിയാണോ, ഇതാരീരാരോ. നന്നാകാനും മോശമാകാനും നമുക്ക് പറ്റും. ഇപ്പോൾ സ്വാതന്ത്ര്യം, ദൈവം തന്ന സ്വാതന്ത്ര്യം ശരിക്കും ഉപയോഗിച്ച് നന്മയുള്ള അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കണം. ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. 3 മനസാക്ഷി. എന്താണ് മനസാക്ഷി? ഈശ്വരൻ മനുഷ്യന് കൊടുത്ത ഒരു സമ്മാനം മനസാക്ഷി. കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്ക്, പട്ടിയുടെ ചങ്ക്. പക്ഷേ മനുഷ്യൻ്റെ മനസാക്ഷി, മനുഷ്യന് മാത്രം മനസാക്ഷി. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്ന് നിന്ന് കഴിഞ്ഞാൽ വയറ് നിറയുമ്പോൾ കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങും. നല്ല മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. ഒരു കൊതുകോ ബിന്ദോ പ്രാണിയോ എരുമ മൂരി പശുവിനെ കടിച്ചാൽ അടുത്തുള്ള മതിലേൽ മരത്തിൽ 2 തിരുമ ഒറ്റ എരുമ മൃഗത്തിൻ്റെ കടി തീർന്നു. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ മനസാക്ഷിയും മനക്കടിയും. വീട്ടിലെ അമ്മ അടുക്കള വയ്ക്കുമ്പോഴല്ല പൂച്ച അകത്ത് കയറി മുഴുത്ത മീൻ കഷ്ണം കടിച്ചുകൊണ്ട് വിടുക. പൂച്ചയ്ക്കറിയാം പിടിച്ചാൽ നാണം കെട്ട പരിപാടി, മർജാര കൊത്തത്തിന് മാനഹാനി, വീട്ടിൽ തുടങ്ങുന്ന വകുപ്പ്. അമ്മ അടുക്കളയിൽ അടിച്ച് പ്രാർത്ഥിക്കാൻ അകത്തെ മുറിയിൽ പോകുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ ജനലങ്ക വന്ന് തിടുക്കത്തിൽ അകത്ത് കയറി വളരെ സ്പീഡിൽ മീൻ എടുത്ത് ഒറ്റ ഓട്ടം. പൂച്ചയ്ക്കുണ്ടോ ധാർമ്മികതയുടെ ക്ലാസ്? തിരുത്താൻ പറ്റിയല്ല, തിരുത്താൻ നമുക്ക് പിന്നെ മനസ്സാക്ഷി. രാവിലെ 10 മണിക്ക് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണെങ്കിൽ രാത്രി കിടക്കാൻ മുമ്പിന് സോറി എന്ന് ഭാര്യയോട് പറയാൻ പറ്റും, മനസ്സാക്ഷി. എൻ്റെ കെട്ടിയനോട് മോശമായി വാക്ക് പറഞ്ഞു സോറി മാൻ എന്ന് വൈകിട്ട് പറയാൻ പറ്റും, മനസ്സാക്ഷി. എൻ്റെ അപ്പനോടും അമ്മയോടും പരുഷമായി പെരുമാറിയെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പറയാൻ പറ്റും സോറി. മറ്റ് ജീവിതകാലങ്ങൾക്ക് പറ്റിയല്ല, നമുക്കേ പറ്റുള്ളൂ, ഈശ്വരൻ തന്ന മനസ്സാക്ഷി. അപ്പം നമുക്ക് ബുദ്ധിശക്തി, സ്വാതന്ത്ര്യം, മനസ്സാക്ഷി. മറ്റൊന്ന് അമർത്യത. മരണാനന്ത ജീവിതം നമുക്കുണ്ട്, ആ ഉറപ്പ്. ഈശ്വരനിൽ നിന്ന് വന്നവൻ ഈശ്വരനിലേക്ക് മടങ്ങും, ആ ഉറപ്പ്. ഇതാണ് മനുഷ്യൻ്റെ 4 പ്രത്യേകത. തിരിച്ചറിയാനും വില കൊടുക്കാനും വിലപ്പെട്ടതായി ജീവിതത്തെ കാണാനും നമുക്ക് സാധിക്കട്ടെ. അതിന് നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നന്ദി, നമസ്കാരം.